സെക്കൻഡറി മലയാളം കുട്ടികളുടെ ക്രിസ്മസ് പരീക്ഷയുടെ പാഠഭാഗങ്ങളിലേക്കുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെയും ശ്രദ്ധ ഏതാനും നിമിഷം പൂർണ്ണമായും ഉണ്ടാവണം. നമ്മൾ ഒരുമിച്ച് പഠിച്ചാൽ പരീക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്നത് പദത്തിൻ്റെ പദത്തിൽ എന്ന പാഠഭാഗമാണ്. കലാമണ്ഡലം ഹൈദരലി എന്ന സംഗീതജ്ഞൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ. പാഠഭാഗത്തിൻ്റെ ശീർഷകം നോക്കാം. പദത്തിൻ്റെ പദത്തിൽ. പദം എന്നതിന് രണ്ടർത്ഥം. സാധാരണ നമ്മൾ വാക്ക് എന്ന് പറയും. ഇവിടെ അർത്ഥം കഥകളിയിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണം സൂചിപ്പിക്കുന്ന വാക്കാണ് പദം. പദത്തിൽ വഴിയെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശീർഷകം ഒന്നുകൂടെ നോക്കാം. പദത്തിൻ്റെ പദത്തിൽ കഥകളി സംഗീത വഴിയിലൂടെ എന്ന് നമുക്ക് ശീർഷകത്തിൻ്റെ ആശയമെടുക്കാം. കഥകളി സംഗീതത്തിൻ്റെ വഴിയിലൂടെ. ആരാണ്? കലാമണ്ഡലം ഹൈദരലി. കലാമണ്ഡലം ഹൈദരലി പ്രസിദ്ധനായ കഥകളി പാട്ടുകാരനായിരുന്നു, കഥകളി സംഗീതജ്ഞനായിരുന്നു. വളരെ ക്ലേശങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു വന്ന് സ്വന്തം പരിശ്രമം കൊണ്ട് മുന്നേറി ജീവിതത്തിൽ നേട്ടങ്ങൾ എത്തിപ്പിടിച്ച് അകാലത്തിൽ കൊഴിഞ്ഞുപോയ ഒരു നല്ല പ്രതിഭ. ഈ പാഠത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കണം. കേരള കലാമണ്ഡലം എന്താണെന്ന് അറിയാം, നിങ്ങൾക്കറിയാം, എങ്കിലും ഒരിക്കലും കൂടി പറയാം. കഥകളി പോലുള്ള ശാസ്ത്രീയ കലകൾ ശാസ്ത്രീയമായ രീതിയിൽ അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസ സ്ഥാപനം, ഒപ്പം കൽപ്പിത സർവകലാശാല. അവിടെ കൂത്ത്, കഥകളി, അതുപോലെ മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന് വേണ്ട മറ്റ് പ്രധാനപ്പെട്ട കലകളൊക്കെ അഭ്യസിപ്പിക്കുന്നു. കലാമണ്ഡലത്തിൽ പഠിച്ച് ഇറങ്ങുന്ന കലാകാരന്മാർ കലാമണ്ഡലത്തോടുള്ള ആദരവ് സൂചിപ്പിക്കാനായി കലാമണ്ഡലം എന്ന പേർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ യശസ് ലോകം മുഴുവനും ഉയർത്തിയ കഥകളി എന്ന ശ്രേഷ്ഠമായ കല. ആ കലയ്ക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളാണ് കഥകളി പദങ്ങൾ. അതിൽ അഗ്രഗണ്യനാണ് കലാമണ്ഡലം ഹൈദരലി. ജന്മസിദ്ധിയും സാധനയും ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പറയാം, പ്രധാനപ്പെട്ട ഒരാശയം. ജന്മസിദ്ധിയും സാധനയുമാണ് ഒരു കലാകാരനെ വാർത്തെടുക്കുന്നത്, രൂപപ്പെടുത്തുന്നത്. മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ചില കഴിവുകൾ, ഒപ്പം പരിശീലനം, ഇത് രണ്ടും ചേർന്ന് എങ്ങനെയാണ് ഒരു കലാകാരൻ രൂപം കൊള്ളുന്നത്? പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം നേടിയ ധാരാളം പേർ. അതുപോലെ അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെടുന്നത്, കലാമണ്ഡലം ഹൈദരലി. പിന്നെ നാം കാണുന്നുണ്ട് മനുഷ്യർ തമ്മിലുള്ള വേർതിരിവുകൾ എങ്ങനെയാണ് കല ഇല്ലാതാക്കി മാറ്റുന്നത്. നിറത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ ഒക്കെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ നാം തമ്മിലുള്ള വേർതിരിവുകൾ ഒക്കെ കല ഇല്ലാതാക്കുന്നു. ഒരു നല്ല കലാകാരന്, കലാകാരിക്ക് വേർതിരിവുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട 2-3 പ്രധാനപ്പെട്ട ആശയങ്ങൾ, സന്ദേശങ്ങൾ. ഒന്ന്, ജന്മസിദ്ധിയും സാധനയും എങ്ങനെ ഒരു കലാകാരനെ രൂപപ്പെടുത്തിയെടുക്കാം. 2, പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം നേടിയത് എങ്ങനെയാണ് കലാമണ്ഡലം ഹൈദരലി. പിന്നെ നാം കാണുന്നത് ഹൈദരലിയുടെ ജീവിതം നമുക്ക് എങ്ങനെ ഒരു മാതൃകയാക്കാം. ഞാൻ പറഞ്ഞു, ജന്മസിദ്ധമായ വാസന, മാതാപിതാക്കളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ കഴിവുകൾ. ഓട്ടുപാറയിലെ മൊയ്തൂട്ടി എന്ന വ്യക്തിക്ക് വയസ്സനാം കാലത്ത് പടച്ചോൻ കൊടുത്ത ഒരു മുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക്
ഹൈദരാലിയെ വിശേഷിപ്പിക്കാം. അമ്മ പാത്തുമ്മ. പാത്തുമ്മയും 9 പ്രസവിച്ച പാത്തുമ്മ ഇനി പ്രസവിക്കില്ല എന്ന് കരുതിയ ഘട്ടത്തിൽ ദൈവം ദാനമായി ഒരു സമ്മാനം നൽകുന്നു. പക്ഷേ അവർക്ക് സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് അദ്ദേഹം പിറന്നു വീഴുന്നത്. ഭംഗി കുറവുള്ളത് കൊണ്ട് തന്നെ വിരൂപനായ ആ കുഞ്ഞിനെ കുഞ്ഞുനാളിൽ തൊട്ട് എല്ലാവരും കളിയാക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏറെ തിരസ്കൃതനായാണ് ഞാൻ ജനിച്ചതും വളർന്നു വന്നതും. എങ്കിലും കാക്കയ്ക്ക് പൊൻകുഞ്ഞെന്ന ആണല്ലോ ചൊല്ല്. ബാപ്പയിൽ നിന്ന് അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള വാസന ലഭിച്ചു. കുഞ്ഞുനാളിൽ ബാപ്പയുടെ സിനിമ പാട്ടുകൾ കേട്ടാണ് കൊച്ചു ഹൈദരാലി വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ അദ്ദേഹത്തിനുള്ളിൽ പാട്ടിനോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. മനോഹരമായി സിനിമ പാട്ട് പാടുന്നത് കേട്ടിട്ട് ഈ പയ്യനെ എന്തുകൊണ്ട് നമുക്ക് കലാമണ്ഡലത്തിൽ ചേർത്തുകൂടാ എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. നാം വായിക്കുന്നുണ്ട് പാഠത്തിലേക്ക് കടക്കുമ്പോൾ, ഇന്നത്തെ കാലത്തെ പോലെ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലം. ഹൈദരാലിക്കാണെങ്കിൽ പോലും കലാമണ്ഡലം എന്ന് കേട്ടു മാത്രമേ പരിചയമുള്ളൂ. കഥകളി എന്ന വാക്ക് കേൾക്കുമ്പോൾ കഥയെന്നും കളിയെന്നും മാത്രമേ അറിയൂ. എന്തായാലും വളരെ ശിവരാമൻ നായർ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കലാമണ്ഡലത്തിലെ പ്രവേശനം നേടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചു. ബാപ്പയുടെ ഒരു അഭ്യുദയകാംക്ഷി. ഇൻ്റർവ്യൂ കാർഡ് വന്നു. ക്ഷണക്കത്ത് വരുമ്പോൾ കലാമണ്ഡലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ കുഞ്ഞു വിവരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജ്യേഷ്ഠൻ്റെ ഒപ്പം അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഹൈദരാലി ആകെ വിഷമിച്ചു. കാരണം നാം വായിക്കുന്നുണ്ട്, അവനേക്കാൾ വളരെ ഭംഗിയുള്ള കുഞ്ഞുങ്ങളും മോടിയിൽ വസ്ത്രം ധരിച്ച നല്ല ഭംഗിയുള്ള മാതാപിതാക്കളും. തനിക്ക് അഡ്മിഷൻ കിട്ടുകയില്ലെന്ന് തന്നെ കരുതി ഇൻ്റർവ്യൂ ബോർഡിൽ മഹാകവി വള്ളത്തോൾ, മുകുന്ദരാജ തുടങ്ങിയ നീലകണ്ഠൻ നമ്പീശൻ തുടങ്ങിയ പ്രഗത്ഭര് ഉണ്ടായിരുന്നു. അന്ന് ബാലനായതുകൊണ്ട് ഹൈദരാലിക്ക് അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അന്നത്തെ കാലത്തെ പ്രഗത്ഭരായ സംഗീതജ്ഞർ തന്നെയാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവർ ആ ബാലനോട് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള താല്പര്യം അറിയാൻ 2 സിനിമാ ഗാനങ്ങൾ പാടിക്കേൽപ്പിച്ചു. അതിൽ അവർ തൃപ്തരായി. അവർ ജ്യേഷ്ഠനെ വിളിപ്പിച്ചു ചോദിച്ചു, ഈ ബാലനെ ഞങ്ങളിവിടെ സംഗീതം പഠിക്കാൻ എടുത്താൽ നിങ്ങളുടെ സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ജ്യേഷ്ഠൻ ഉറപ്പ് കൊടുത്തു. മുസ്ലിം സമുദായത്തിൻ്റെ എതിർപ്പുകളൊന്നും ഉണ്ടാവുകയില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലമല്ല, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നൊരു കാലം. എന്തിനും ഏതിനും ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലം. എന്തായാലും അവിടെ പ്രവേശനത്തിന് സമയം വന്നപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടാവുന്നത്. കലാമണ്ഡലത്തിൽ പ്രവേശിക്കുന്ന കുട്ടികൾ 2000 ഉറുപ്പിക കെട്ടിവെക്കണം. എന്തെങ്കിലും നഷ്ടം വരുത്തിയാൽ, അല്ലെ ഇടയ്ക്ക് വെച്ച് കുട്ടികൾ പിരിഞ്ഞു പോയാൽ ഒരു ജാമ്യത്തിനായി വാങ്ങുന്ന പണം അത് കൊടുക്കാൻ ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് നാൾ അവിടെ പോകാൻ പറ്റിയില്ല. എങ്കിലും CP ആൻ്റണി എന്ന വ്യക്തി അദ്ദേഹത്തിന് ആ പണം കൊടുക്കുന്നു. അങ്ങനെ കലാമണ്ഡലത്തിൽ അദ്ദേഹം പ്രവേശനം തേടുന്നു. ആദ്യ ദിവസം തന്നെ കലാമണ്ഡല ഹൈദരാലിക്ക് ഒരു കാര്യം ബോധ്യമായി. മറ്റു കുട്ടികൾ തൻ്റെ ഒപ്പം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വളരെ പ്രതീക്ഷയോടെ കലാമണ്ഡലത്തിൽ പഠനം ആരംഭിച്ച അദ്ദേഹത്തിന് വളരെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായത്. നമുക്കറിയാം, ആരും തളർന്നു പോകുന്ന ഒരു അന്തരീക്ഷം. പക്ഷേ അദ്ദേഹത്തിന് ക്രമേണ ബോധ്യമായി മറ്റ് കുട്ടികളുടെ സമുദായത്തിൽ പെടാത്ത വ്യക്തി ആയതുകൊണ്ടാണ് അവർ തന്നോട് ഈ അകൽച്ച കാണിക്കുന്നത്. അത് ഇരിപ്പിടത്തിലും ഭക്ഷണ മേശയിലും കിടക്കുന്ന മുറിയിലും ഒക്കെ ആ വേർതിരിവ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ സാഹചര്യങ്ങളോട് ഇണങ്ങി. അതാണ് ഒരു നല്ല പ്രതിഭ ചെയ്യേണ്ടത്. എത്രമാത്രം പ്രതിസന്ധികളുണ്ടായാലും തൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അത് നേടാൻ വേണ്ടിയുള്ള പരിശ്രമം. എന്തായാലും ക്ലാസ്സുകൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഹൃദിസ്ഥമാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ 2 പേരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്
നമ്പീശനാശാനും മറ്റൊന്ന് ശിവരാമനാശാനും. ശിവരാമനാശാൻ വളരെ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. കലാമണ്ഡലത്തിൻ്റെ വർഷാവസാനം നാട്ടിൽ പോകാൻ പണമില്ലാതെ ഹൈദരാലി വിഷമിക്കുന്നത് കണ്ടപ്പോൾ ശിവരാമനാശാൻ സ്നേഹത്തോടെ ആ പണം വരെ നൽകുകയാണ്. നമ്പീശനാശാനും സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പോലെയാണ് തൻ്റെ കുട്ടികളെ ഇഷ്ടപ്പെട്ടത്. നമ്പീശനാശാൻ അത്യാവശ്യമായി ക്ലാസ്സിൽ നിന്ന് മാറേണ്ടി വരുമ്പോൾ ഹൈദരാലിക്കായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും ചുമതല നൽകിയിരുന്നത്. എന്തായാലും നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിഭയുണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു പ്രതിബന്ധവും നമുക്ക് നേരിടാൻ പറ്റാത്തതായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കുറിപ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മഞ്ജുതരം എന്ന കൃതിയിൽ നിന്നാണ്. ഇവിടെ അദ്ദേഹം മറ്റൊരു കാര്യം ഓർമ്മിക്കുന്നുണ്ട്. ബാല്യത്തിൽ അവരുടെ മനസ്സിൻ്റെ ഒരു ഭാഗമായി മാറിയ ഭാരതപ്പുഴയെക്കുറിച്ച്. നമ്മൾ നിള എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഭാരതപ്പുഴ അന്ന് എല്ലാ കവികളെയും കലാകാരന്മാരെയും സാഹിത്യകാരന്മാരും ഒരുപോലെ ഇഷ്ടപ്പെട്ടതായിരുന്നു. ആ ഭാരതപ്പുഴയുടെ ഓരങ്ങളിൽ വിശ്രമിക്കുവാനും ആ നനഞ്ഞ മണ്ണിൽ ആലസ്യത്തിൽ കിടക്കുവാനും കടലാസിൽ കവിതകൾ കോറിയിടാനും ഒക്കെ കവികൾ സമയം കണ്ടെത്തിയിരുന്ന ഭാരതപ്പുഴ. അന്ന് ശുദ്ധമായ ജലം ധാരാളം ഉണ്ടായിരുന്ന ആ ഭാരതപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വായനക്കാരിൽ ഒരു സൂചന വരുന്നുണ്ട്. ഇന്ന് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ വറ്റി വരണ്ട ഭാരതപ്പുഴ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം. പുഴകൾ കേരള നാടിൻ്റെ ജീവനാഡികളാണ്. ആ പുഴകളില്ലെങ്കിൽ നമ്മളുടെയും നിലനിൽപ്പ് അസാധ്യമാകും. കേരളത്തിലെ പുഴകളെ സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്ക് നൽകുന്നുണ്ട്. എന്തായാലും പരീക്ഷയെ സംബന്ധിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ഓർക്കണം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വേഗം എത്തി നോക്കാം. മനുഷ്യർ നിർമ്മിച്ച അതിർവരമ്പുകളെ കലം മായ്ച്ചു കളയുന്നു. ഹൈദരലിയുടെ ജീവിതം ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്നുണ്ട്. ചോദ്യം ഒന്നുകൂടി മക്കൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാം. മനുഷ്യർ നിർമ്മിച്ച വേർതിരിവുകളെ കല ഇല്ലാതാക്കുന്നു. കലാമണ്ഡലം ഹൈദരലി വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കിത് ഈ പ്രസ്താവന എങ്ങനെയാണ് ശരിയാണെന്ന് തോന്നുന്നത്. എത്രമാത്രം ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ കലാമണ്ഡലത്തിൽ അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടങ്ങളിൽ നേരിട്ടെങ്കിലും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട്, മനക്കരുത്തുകൊണ്ട്, കഴിവുകൊണ്ട് അദ്ദേഹം അതിനെ വളരെ വിദഗ്ധമായി നേരിടുന്നു, അതിജീവിക്കുന്നു. ആദ്യ വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ആ ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. പിന്നീട് എല്ലാം നല്ല രീതിയിൽ കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. തീർച്ചയായും മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ ഒരു പ്രതിഭയും വളരാതിരിക്കുകയില്ലെന്നൊരു ബോധ്യം വരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഭാരതപ്പുഴയുടെ അന്നത്തെ ഇന്നത്തെ അവസ്ഥ. പണ്ട് വേനൽക്കാലത്ത് വരെ സമൃദ്ധമായി ഒഴുകിയിരുന്ന, ധാരാളം ജലമുണ്ടായിരുന്ന ജീവവാഹിനിയായിരുന്നു ഭാരതപ്പുഴ, നിള. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ മാലിന്യ കുത്തൊഴുക്കിൽ പെട്ട് അതിൻ്റെ അവസാനത്തേക്ക് നീങ്ങുന്ന മൃതപ്രായമായ ഒരു നദിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേവലം കഥകളിലും പത്രത്താളുകളിലും മാത്രം ഉള്ള ചെറുതുരുത്തിയിലുള്ള കലാമണ്ഡലത്തിൻ്റെ സമീപത്തൂടി ഒഴുകുന്ന ഭാരതപ്പുഴയെ ശുദ്ധീകരിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, പ്രതിസന്ധികളെ നേരിട്ട് വിജയം വരിക്കാൻ ഇച്ഛാശക്തി, വിൽ പവർ ഒരു വ്യക്തിക്ക് കരുത്ത് നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുക. പ്രതിബന്ധങ്ങൾ നേരിടാത്ത വിജയങ്ങളില്ല. നാം കാണുന്നുണ്ട്, എവിടെ വിജയമുണ്ടോ അവിടെ കഷ്ടപ്പാടുകളുണ്ട്. ക്ലേശങ്ങളെ നേരിട്ട് വിജയം നേടണം. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവും ഇച്ഛാശക്തിയും ഒരു വ്യക്തി നേടിയെടുക്കേണ്ടതാണ്, ആർജിക്കേണ്ടതാണ്. അതിലയാൾ എത്രമാത്രം ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ കഴിയുന്നോ അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയവും. വേണമെങ്കിൽ ആദ്യ വർഷം തന്നെ
പഠിപ്പ് അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് മടങ്ങാമായിരുന്നു. പക്ഷേ ദൈവം നൽകിയ ഒരു കല, ആ കലയെ പോഷിപ്പിക്കുവാനും സമൂഹത്തിന് കഥകളിയോടും കഥകളി സംഗീതത്തോടും താല്പര്യമുണ്ടാക്കുവാനും പ്രത്യേകിച്ച് തൻ്റെ സമുദായത്തിൽ മുസ്ലിം വിഭാഗത്തിൽ കലാകാരന്മാർക്ക് ഇനിയും സാധ്യതകൾ നേടിയെടുക്കാനും ഉള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തിന് വിജയം നൽകിയത്. പരീക്ഷയ്ക്ക് നല്ല വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി.